ഹലോ വെൽക്കം ലൈഫ് മലയാളം. ഇന്ന് ഞാൻ പെർഫ്യൂംസുമായി റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടെത്തൽ ഞാൻ പറയാം. ഞാൻ എപ്പോഴും പെർഫ്യൂംസ് അപ്ലൈ ചെയ്തൊക്കെ പോകുന്ന സമയങ്ങളിൽ ചിലപ്പോൾ ചില പെർഫ്യൂംസ് ഞാൻ എൻ്റെ കയ്യിലെടുക്കും. എന്നിട്ട് നമ്മൾ കാറിലൊക്കെ പോണ സമയത്ത് അത് എവിടെയെങ്കിലും നമ്മളൊരു പാർട്ടിക്കോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ഷോപ്പിങ്ങിനോ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഞാൻ അതെടുത്തിട്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ കാറിൽ പെർഫ്യൂംസ് സൂക്ഷിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഈ ലിക്വിഡ് എങ്ങാനും കാറിൻ്റെ എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതെന്തെങ്കിലും നമ്മുടെ സീറ്റിൻ്റെ ലെതറോ അല്ലെങ്കിൽ ഡാഷ്ബോർഡോ കാര്യങ്ങളോ കേടുവരുമെന്ന് കരുതിയിട്ട് ഞാൻ എപ്പോഴും പെർഫ്യൂംസിന് ഞാൻ വേറെ തന്നെ ആയിട്ടാണ് സൂക്ഷിക്കുക. ചിലപ്പോൾ ഒരു ചെറിയൊരു ബാഗിലൊക്കെ ആയിട്ടൊക്കെ കയ്യിൽ കരുതും. എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ അത് ആ ട്രിപ്പ് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ എടുത്തു വെക്കുകയും ചെയ്യും. വണ്ടിയുടെ ഉള്ളിൽ സാധനം വെക്കാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ചിലപ്പോഴൊക്കെ ഞാൻ ഈ ഒരു എന്താ പറയുക ഓൾ ഒക്കേഷൻസ് പെർഫ്യൂംസ് ഉണ്ടല്ലോ, ഒരിത്തിരി സ്ട്രോങ്ങർ സൈഡിൽ നിൽക്കുന്നത്, അത് അപ്ലൈ ചെയ്തിട്ട് ആളുകളുടെ ഇടയിലേക്ക് ചിലപ്പോൾ പോകും. അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ഈ വുഡി പെർഫ്യൂംസ്, ഊതിൻ്റെ ഒക്കെ പോലത്തെ പെർഫ്യൂംസ് യൂസ് ചെയ്തിട്ടും വെറുതെ ഒരു ക്രൗഡിലേക്ക് പോകാറുണ്ട്. അതേപോലെ തന്നെ ഫ്രഷ് പെർഫ്യൂംസ്, എസ്പെഷ്യലി ആ ഒരു ഫ്രഷ് അരോമാറ്റിക് കോമ്പിനേഷൻസിൽ വരുന്ന പെർഫ്യൂംസ്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് പെർഫ്യൂംസ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ഫ്രഷ് അരോമാറ്റിക് നോട്ട്സ് ഉണ്ടല്ലോ, അത് വീട്ടിൽ നിന്ന് അപ്ലൈ ചെയ്ത് പോയാൽ സാധനം എവിടെ നിൽക്കൊന്നുമില്ല. പക്ഷെ അതല്ലാതെ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഇതേപോലെ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങുന്ന സമയത്തൊന്ന് ചാർജ് ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീല് ആളുകൾ നമ്മളെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് എന്നെനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ അതിനു വേണ്ടി ഒരു പെർഫ്യൂം എൻ്റെ കയ്യിൽ വെക്കാറുണ്ട്. അത് ഇതാണ് സാധനം. ഇത് ഏതാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാനിങ്ങനെ ബോട്ടിൽ ചെയ്ത് വെച്ചാണ് ഒരു 50 ml പെർഫ്യൂം. എൻ്റെ പേഴ്സണൽ യൂസിന് ഞാനിങ്ങനെ ബോട്ടിൽ ചെയ്ത് വെക്കുന്നതാണ്. ഇത് ഇങ്ങനെ തീരുമ്പോൾ വീണ്ടും വീണ്ടും ഇതേപോലത്തെ ബോട്ടിൽസിന് ഇങ്ങനെ ഉണ്ടാവും. അതിപ്പോൾ ഞാനിപ്പോൾ കാണിക്കാം. എപ്പോഴും ഇങ്ങനെ എൻ്റെ ഒരു പർപ്പസിന് ഞാനത് സൂക്ഷിച്ച് വെക്കുന്നതാണ്. അപ്പോൾ ഇത് ഏത് പെർഫ്യൂമാണെന്ന് വെച്ചാൽ ഇതാ ഒരു നാച്ചുറൽ വരുന്ന ഒരു പെർഫ്യൂമാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഇതിപ്പോൾ എൽപാസോ പെർഫ്യൂമിൻ്റെ ഒരു ഫ്രാഗ്രൻസ് വരുന്നതാണ്. എൽപാസോ എന്ന് പറഞ്ഞാൽ ലൊമാനി എൽപാസോ പെർഫ്യൂമിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഒരു നാച്ചുറൽ കുറേ പെർഫ്യൂംസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഹുഗോ ബോസ് ഒരു ഹുഗോ നൗ എന്നുള്ള പെർഫ്യൂം ഉണ്ടല്ലോ, ഞാൻ മുമ്പൊരിക്കൽ BMW ഇരുന്ന് വീഡിയോ ചെയ്തത്. അപ്പോൾ ആ പെർഫ്യൂം അപ്ലൈ ചെയ്താലും ഈ ഒരു വൈബാണ്. അപ്പോൾ നമ്മുടെ അക്സെൻസിലുള്ള ഡാർക്ക് ബ്ലൂ, ഹുഗോ ബോസ് ഡാർക്ക് ബ്ലൂ, അതും ഏതാണ്ട് ഇങ്ങനത്തെ ഒരു വൈബാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാറ്റഗറി ഓഫ് പെർഫ്യൂംസ് ഇതന്നെ ആവണമെന്നൊന്നുമില്ല. അപ്പോൾ അതിലേതും ആവാം. ഈവൻ നമ്മുടെ ഫിയേഴ്സ് പെർഫ്യൂം, അബർകോംബി ആൻഡ് ഫിഷ് ഫിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ്, ഇത്തരം പെർഫ്യൂംസ് അല്ലെങ്കിൽ മോൺബ്ലോങ് ലെജൻഡ്, ഇങ്ങനത്തെ പെർഫ്യൂംസ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 4 ആളെ ഇടയിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കൂ. ആളുകൾ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളെ നോക്കും. എൻ്റെ അടുത്ത് ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഈ ഒരു എന്താ പറയുക നോമ്പിൻ്റെ സമയത്ത് പെരുന്നാളിൻ്റെ ഒരു പർച്ചേസ് കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ ഇതേപോലെ ഈ സാധനം ഇതിൻ്റെ മുന്നത്തെ ബോട്ടിൽ അത് ഞാനെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്തിട്ട് ലിഫ്റ്റിലേക്ക് കയറാം കേട്ടോ. എന്തോ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ ലിഫ്റ്റിലേക്ക് കയറിയ സമയത്ത് അപ്പോൾ ഞാനും വേറെ 2 ആൾക്കാരെ അവിടെ ഉള്ളൂ. പിന്നീട് ഓരോ ഫ്ലോറിൽ നിന്ന് ഇങ്ങനെ ആൾക്കാർ കയറുന്ന ഇറങ്ങുന്നൊക്കെ ഉണ്ട്. ഈ ആൾക്കാരൊക്കെ നോക്കണത് എവിടെ നിന്നാണ് ഈ സ്മെല്ല് വരുന്നത്. ഞാൻ നല്ല രീതിയിൽ ഇത് ചാർജ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചിലരിങ്ങനെ പറയുന്നുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ഏറ്റവും ടോപ്പിലെ ഫ്ലോറിലെത്തി. അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ആളുകളുടെ ഇടയ്ക്ക് പോകുമ്പോഴൊക്കെ ചിലരൊക്കെ ഇങ്ങനെ നമ്മളെ നോക്കുന്നുണ്ട്, ഈ ഒരു സ്മെല്ല് എന്താണെന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് തിരക്കിടില്ല, ഈ ഒരു ഫ്രാഗ്രൻസ് ആൾക്കാർ നമ്മളെ നോക്കാൻ നല്ലൊരു ചാൻസ് ഉള്ള ഒരു സംഭവം ഉണ്ട് ഇതിൽ എന്നുള്ളത്. അത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്രഷ് പെർഫ്യൂംസ് എന്നാണ്, ഫ്രഷ് അരോമാറ്റിക് കോമ്പിനേഷൻസിൽ വരുന്ന പെർഫ്യൂംസ് എന്നാണ്. ഈ ഊതിൻ്റെ ഒക്കെ അപ്ലൈ ചെയ്ത് പോയാൽ ചിലപ്പോൾ ചിലർക്ക് അത് ഇഷ്ടാവില്ല. ചിലപ്പോൾ നമ്മളെ അടുത്തേക്ക് വരുമ്പോൾ അതൊരു ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നും ചിലർക്ക്. അത് പക്ഷേ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു റിസൾട്ട് അത് വേറെയാണ്. അത് വേറൊരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട പെർഫ്യൂംസാണ്. അതൊരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യണം. അതല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു കാഷ്വലായിട്ട് ഒരു ഷോപ്പിങ്ങിനും കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ അത്തരം സ്ട്രോങ് പെർഫ്യൂംസ് അപ്ലൈ ചെയ്യാതെ ഇതേപോലത്തെ സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇറങ്ങി നോക്കും. നിങ്ങൾക്ക് ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചതുകൊണ്ട് ഇപ്പം എന്താ കാര്യം എന്ന് ചോദിക്കും ചിലർ. ശ്രദ്ധിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ആളുകൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് നമ്മളെ പെർഫ്യൂംസ് ഏതാണ് എന്ന് ചിലർ ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഹാപ്പിനെസ് അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഏതെങ്കിലുമൊക്കെ ഒരു ബ്ലൂ പെർഫ്യൂംസോ
അല്ലെങ്കിൽ ഒരു ഫ്രഷ് അരോമാറ്റിക് പെർഫ്യൂംസോ ഏതെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്തിട്ട് ഒന്ന് ഇറങ്ങി നോക്കും. പിന്നെ ഈ ഓൾ ഒക്കേഷൻസ് പെർഫ്യൂംസിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് പിന്നെ ഒരു പരിധി വരെ ഇറോസിന്റെ ഫ്രാഗ്രൻസ് ആണ്. പക്ഷേ ഇറോസിന്റെ ഫ്രാഗ്രൻസിൽ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ചില ആളുകൾക്ക് ആ ഫ്രാഗ്രൻസ് ഇഷ്ടമാവുകയില്ല. ചിലർ പറയും ഇതിപ്പോൾ എന്താ ഇറോസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പെർഫ്യൂം അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇത് നല്ലതായിട്ട് തോന്നിയില്ല എന്ന് പലപ്പോഴായിട്ട് എൻ്റെ അടുത്ത് പറയാറുണ്ട്. ചിലർക്ക് അതിൻ്റെ ഫ്രാഗ്രൻസ് എന്താ പറയുക ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റാറില്ല. അതും ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇത്തരം സംഭവങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനെപ്പോഴും ഈ ഒരു സാധനങ്ങളാണ് എൻ്റെ കയ്യിൽ നമ്മളെ ഒരു തുരുപ്പുചീട്ടായിട്ട് എന്താ പറയുക കയ്യിൽ വെക്കാറുള്ളത്. മാത്രമല്ല ഇവ എന്തെങ്കിലും ഒരു മീറ്റിങ്ങിനോ കാര്യങ്ങളൊക്കെ കയറുന്ന മുന്നേ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ചാർജ് ചെയ്തിട്ട് അങ്ങനെ കയറിയാൽ ആ ഒരു ഫ്രഷ്നെസ്സും ഫീൽ ചെയ്യും. നമുക്കൊരു കോൺഫിഡൻസ് ആണ്. മാത്രമല്ല നമ്മൾ അപ്പോഴും ഇപ്പോഴൊക്കെ ഇരിക്കുന്നവർ ഇയാൾ കുഴപ്പമില്ലാത്തൊരു ഫ്രാഗ്രൻസ് ഒക്കെ അടിച്ചു വന്നിട്ടുണ്ട്, ആ ഒരു റിച്ച്നെസ് ഉണ്ട് എന്നൊക്കെയുള്ള ഒരു തോന്നൽ ഉണ്ടാക്കാനും പറ്റും. അപ്പം എന്തായാലും ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യം പറഞ്ഞതെന്നുള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും ഇതേപോലെയൊക്കെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. സോ എനിവേസ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.